ഹായ് കൂട്ടുകാരെ, സുഖമല്ല എല്ലാവർക്കും. നമ്മുടെ കഴിഞ്ഞ ആർട്ടിൻ്റെ ക്ലാസ് സ്ട്രെയിറ്റ് ലൈൻ, അതുപോലെ സ്ലാൻഡിങ് ലൈന്, സർക്കിള് എന്നീ ലൈൻസ് വളരെ സിമ്പിളായിട്ട് എങ്ങനെ നമുക്ക് വരച്ച് ശീലിക്കാം എന്നുള്ള ക്ലാസ് ആയിരുന്നു. ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു, ഈ ക്ലാസ് തുടരണം എന്ന അഭിപ്രായം പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. നമ്മുടെ ഈ ബാക്ക്ഗ്രൗണ്ട് എല്ലാവരും ഇഷ്ടപ്പെടുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഉള്ളത് ചെറുവാടിയിൽ ചാലിയാർ പുഴയുടെ തീരത്താണ്. നല്ല വെയിലുള്ള സമയമാണ്, വെളിച്ചം കൂടുതലായതുകൊണ്ടുള്ള ഡിസ്റ്റർബൻസ് ഉണ്ടാവും, അപ്പോൾ ക്ഷമിക്കുക. നമ്മുടെ ആർട്ട് ക്ലാസ്സിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡായിട്ട് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കേവ് ലൈനാണ്. കേവ് ലൈൻ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ വരയ്ക്കും. കാര്യമായിട്ടും നമ്മൾ കേവ് ലൈൻ വരച്ച് ശീലിക്കേണ്ടത് നമ്മുടെ കൈവഴക്കം വരാൻ വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് കേവ് ലൈൻ. കേവ്ഡ് ലൈൻസ് നമ്മൾ നിരന്തരം വരച്ചുകൊണ്ടിരിക്കുക. വളരെ എളുപ്പത്തിൽ എങ്ങനെ കേവ് ലൈൻ വരക്കാം എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് ക്ലാസ്സിൽ കാണിക്കാൻ പോകുന്നത്. ഫ്രീ ഹാൻഡ് ഡിസൈൻ എന്നൊക്കെ അതിന് വേണേൽ പറയാം. അങ്ങനെ ഫ്രീ ഹാൻഡ് ഡിസൈൻ എന്നൊരു പേര് തന്നെ അതിന് വരാൻ കാരണം നമ്മൾ ഫ്രീ ആയിട്ട് നമ്മുടെ കൈ നമ്മൾ ഉദ്ദേശിക്കുന്നിടത്തേക്ക് ഫ്രീ ആയിട്ട് വരാൻ നമ്മൾ എത്രത്തോളം അത്തരം ലൈൻസ് വരക്കുന്നോ അത്രയും എളുപ്പത്തിൽ നമ്മുടെ കൈവഴക്കം വരാൻ സാധിക്കും. അത്തരത്തിലുള്ള ചില ലൈൻസ്, കേവ് ലൈൻസ് എങ്ങനെ വളരെ എളുപ്പത്തിൽ വരക്കാം, അത് എങ്ങനെ ഒരു ഡിസൈനാക്കി മാറ്റാം എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ക്ലാസ്സിൽ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തണമെങ്കിൽ കൃത്യമായി നിങ്ങൾ ഇടപെടണം. നിങ്ങളുടെ കമൻറ്റ് നോക്കി വേണ്ട ആവശ്യമായ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തി ക്ലാസ് മുന്നോട്ട് പോകാം. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മുടെ കമൻറ്റിലൂടെയൊക്കെ നമ്മുടെ ക്ലാസ്സിനെ വളരെയധികം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും താങ്ക് യു പറയാണ്. റന അഞ്ചും അഷ്റഫ്, അച്ചു സ്റ്റൈല്, നൈനാസ് റസോയി, ജാസ്മി ജംഷി, ഫത്തിമ ഷാലു, ഷഫീനാസ് വേൾഡ്, ഷഫ്ന ആസാദ് വേൾഡ്, അങ്ങനെ കുറേ പേര്, 3 ബട്ടർഫ്ലൈസ്, അതുപോലെ സ്കൂളിലെ കുട്ടികൾ ഒരുപാട് പേര് കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ അറിയിച്ചു. അപ്പോൾ ഇനിയും നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ വേണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അതുപോലെ മറ്റ് കൂട്ടുകാരിലേക്കൊക്കെ എത്താൻ വേണ്ടി നമ്മുടെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഓക്കെ, എല്ലാ സപ്പോർട്ടും ഉണ്ടാവണം, കൂടെ തന്നെ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടന്നാലോ. ഓക്കെ, കേവ് ലൈൻ വരയ്ക്കാൻ ഞാനിവിടെ ബ്ലാക്ക് മാർക്കർ പെന്നാണ് ഉപയോഗിക്കുന്നത്. കാരണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ പെൻസിലായതുകൊണ്ട് തുടക്കത്തിലൊന്നും ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പരിഹരിക്കാൻ വേണ്ടി ഞാൻ നേരിട്ട് ബ്ലാക്ക് മാർക്കർ കൊണ്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ വരയ്ക്കുന്ന സമയത്ത് പെൻസിലോ മാർക്കർ പെന്നോ പേനയോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള മീഡിയം ഉപയോഗിക്കാം. അതിൽ ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, കേവ് ലൈൻ വരയ്ക്കുമ്പോൾ നമ്മൾ ഒരു പോയിൻ്റിൽ നിന്ന് വരച്ച് തുടങ്ങി അടുത്തൊരു പോയിൻ്റ് എത്തുന്നവരെ നിങ്ങൾ ഉദ്ദേശിച്ച പോലെ വരകൾ കൊണ്ടുപോയി അടുത്ത പോയിൻ്റ് എത്തുന്നവരെ പേന എടുക്കാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു, നമ്മൾ ഇവിടെ വരെ വരച്ചു. ഇപ്പോൾ ഇങ്ങനെ ഒരു കേവ് ആയിട്ടുള്ള ലൈനാണ് നമ്മളിപ്പോൾ വരച്ചത്. ഓക്കെ, ഇനി ചെറിയൊരു കേവ്സ് ഇതിനുള്ളിൽ ഇങ്ങനെ മടക്കി കൊടുത്തുകൊണ്ട് വരച്ച് നോക്കാം. ഓക്കെ, അപ്പം ഞാൻ ഓരോ പോയിൻറ്റിലും നിർത്തി അങ്ങനെ വരച്ചു. ഇനി താഴെ ഇങ്ങനെ ഒരു ലൈൻ, അപ്പോൾ ഞാൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെയും വന്ന് ഇങ്ങനെ ഈ കർവ്, ചെറിയ കർവും കൂടി ചെയ്തതിന് ശേഷം നിർത്തിയത്. നിങ്ങൾക്ക് ഇനി തുടക്കത്തിൽ ഇത്രയേ പറ്റുന്നുള്ളെങ്കിൽ അത്രയും നിർത്തി വീണ്ടും തുടർന്ന് വരയ്ക്കുക. അങ്ങനെ ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങി മറ്റൊരു പോയിന്റിൽ എത്തുന്നവരെ പേന എടുക്കാതെ തന്നെ വരച്ച് ശീലിക്കുക. ഓക്കെ, ഓക്കെ.
ഇങ്ങനെ ഇഷ്ടമുള്ള രീതിയിലൊക്കെ നിങ്ങൾക്ക് നിരന്തരം വരച്ചു നോക്കാം. ഓക്കെ, നിങ്ങൾ ഒരുപാട് സിമ്പിളായിട്ടുള്ള വരകൾ നമുക്ക് വരയ്ക്കാം. ഇനി ഒരു ചെറിയ ഡിസൈൻ പോലെ നമുക്കൊരു പ്രത്യേക ഡിസൈൻ പോലെ കർവ് ലൈൻ വരച്ചു നോക്കാം. ഇങ്ങനെ വെറുതെ ഒരു ലൈൻസൊക്കെ കൊടുത്ത് ഇത്തരം ഡിസൈൻസ് നമുക്ക് കൂടുതൽ ഭംഗിയുള്ളതാക്കാൻ പറ്റും. ഓക്കെ, ഒരു ഡിസൈൻ കൂടി വരച്ച് നോക്കാം. ചെറിയ ലൈൻസ് ഇങ്ങനെ കൊടുക്കാം. അപ്പോൾ ഈ കേവ് വരുന്നിടത്ത് വെറുതെ കുറഞ്ഞ് ചെറിയ ലൈൻസൊക്കെ ഇങ്ങനെ കൊടുത്ത് നോക്കാം. അങ്ങനെ നമ്മൾ ചെയ്യുന്ന വർക്ക് ഒരു ഭംഗിയുള്ള ഒരു ഡിസൈൻ കൂടി ആക്കാൻ വേണ്ടി ട്രൈ ചെയ്യുക. കേവ് ലൈനാണ് നമ്മളെ ഉദ്ദേശം, കൈവഴക്കം വരിക എന്നുള്ളതാണ്. എത്രത്തോളം നമ്മളിങ്ങനെ ഫ്രീ ആയിട്ട് വരക്കുന്നു അതിനനുസരിച്ച് നമുക്ക് നല്ല നല്ല ചിത്രങ്ങൾ ചെയ്യാൻ പറ്റും. ഇത്തരം ഡിസൈൻസൊക്കെ നമ്മൾ കൂടുതൽ ചെയ്താൽ നമുക്ക് ഡ്രസ് ഡിസൈൻ പോലത്തെ കാര്യങ്ങളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ ചില മൈലാഞ്ചി ഡിസൈൻസ്, ഇങ്ങനത്തെ ചിത്രങ്ങളൊക്കെ നിങ്ങൾ സാധാരണ വരക്കുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ കൂടുതൽ ഒന്നുകൂടി പെർഫെക്റ്റ് ആക്കാൻ നിങ്ങൾക്കിങ്ങനെ കൂടുതൽ കർവ് ലൈൻ വരക്കുന്നതിലൂടെ സാധിക്കും. ഇതിനൊരു ഫ്രീ ഹാൻഡ് ഡിസൈൻ എന്നുള്ള പേര് കൂടി വരാനുള്ള കാരണം അത് തന്നെയാണ്. നമ്മൾ കൈവഴക്കം, കൈ ഫ്രീ ആവാൻ വേണ്ടി നമ്മൾ ഇത്തരം ഒരുപാട് ചിത്രങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിന് മുന്നേ ആയിട്ട് ഇത്തരം ഒരു 5-6 ഡിസൈൻ നിങ്ങൾ ഒരു ദിവസം വരയ്ക്കുക. അങ്ങനെ ഒരു 4-5 ദിവസം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. നല്ല നല്ല ചിത്രങ്ങൾ വരച്ച് നിങ്ങൾക്ക് അയച്ചു തരാവുന്നതാണ്. ഓക്കെ, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ആർട്ട് ക്ലാസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഞാൻ ചെയ്ത അത്തരം ഡിസൈൻസൊക്കെ നിങ്ങൾ ഒരുപാട് പ്രാവശ്യം ചെയ്ത് നോക്കുക. നിരന്തരം ഇത്തരം ഡിസൈൻസ് വരയ്ക്കുന്നതനുസരിച്ച് നിങ്ങളുടെ ചിത്രം വളരെ ഭംഗിയുള്ളതായി മാറും. നമ്മൾ ഈ ഡ്രസ് ഡിസൈനൊക്കെ പോലത്തെ ഡിസൈനിലേക്കൊക്കെ ഇത്തരം ഡിസൈൻ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പം നിരന്തരം വരച്ചുകൊണ്ടിരിക്കുക, ഒരുപാട് ചിത്രങ്ങൾ വരയ്ക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഒരുപാട് പേര് ചിത്രം വരച്ച് പേഴ്സണലായിട്ട് അയച്ചുതരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരെയും സന്തോഷം അറിയിച്ചുകൊണ്ട് അടുത്ത ആർട്ട് ക്ലാസ്സിൽ കാണുന്നതുവരെ ബായ്.